ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മുടെ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി പാർട്ട് 3 ആയിരുന്നു നമ്മൾ പഠിക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരിക. ഇത് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി പാർട്ട് 3 എന്ത് ചെയ്യാൻ പോവാണ്? അടിപൊളിയായി പഠിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കേട്ടിരുന്നോളൂ. നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പറായിട്ട് റെഡിയായിട്ട് പഠിക്കാം. അപ്പം നമ്മൾ എവിടെ വരെയായിരുന്നു നമ്മൾ പഠിച്ചത് എന്ന് നിങ്ങളൊന്ന് ഓർക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ പൂർണ്ണ സ്വരാജും സ്വരാജ് പാർട്ടിയും അതോടൊപ്പം തന്നെ എം എൻ റോയിയുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ബോംബെ സമ്മേളനം, ഫൈസാപൂർ സമ്മേളനം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് നമ്മൾ നിന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു. അപ്പോൾ നോക്കൂ, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്ക് 3 കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? നമുക്ക് ഒരു സ്വാതന്ത്ര്യം വേണം, അല്ലേ? നമുക്കൊരു സ്വാതന്ത്ര്യം വേണം, അല്ലേ? നമ്മുടെ രാജ്യത്തിനൊരു സ്വാതന്ത്ര്യം വേണം. അതോടൊപ്പം തന്നെ എന്താണ്? ആ സമയത്ത് തന്നെ, അതായത് 1939 മുതൽ 45 വരെ എന്ത് നടക്കുകയാണ്? രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്, അല്ലേ? അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ആ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഭരണഘടനയും വേണം. അപ്പം 3 കാര്യങ്ങളാണ്. ഭരണഘടന അപ്പം ഭരണഘടന കൂടി വേണം. അപ്പം 3 കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. ഞാനത് ഇപ്പോൾ ഒന്നുകൂടി എന്താണ് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്, അല്ലേ? അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമുക്ക് ഈ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് ആരുടെ സപ്പോർട്ട് വേണം? ബ്രിട്ടീഷുകാർക്ക് മക്കളെ തീർച്ചയായും നമ്മളുടെ ഇന്ത്യക്കാരുടെ ഒരു സപ്പോർട്ട് നേടണം, അല്ലേ? കാരണം ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വേണം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ ഒരു സഹായം ആർക്ക് ആവശ്യമായിരുന്നു? ബ്രിട്ടീഷിന് ആവശ്യമായിരുന്നു. അപ്പം അങ്ങനെ നിന്ന സമയത്ത് ഈ നമ്മുടെ എന്താണ് നോക്കിയോളൂ, നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സപ്പോർട്ട് നേടാൻ വേണ്ടി ഇവരൊരു ഓഫർ കൊണ്ടുവന്നു. ആ ഓഫറിൻ്റെ പേരാണ് ഓഗസ്റ്റ് ഓഫർ. ആ ഓഫറിൻ്റെ പേരെന്താണ്? ആ ഓഫറിൻ്റെ പേരാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ. റെഡിയാണല്ലോ? അപ്പോൾ ഈ ഓഗസ്റ്റ് ഓഫർ നോക്കൂ, എല്ലാവരും നോക്കൂ. ഓഗസ്റ്റ് ഓഫർ. അപ്പോൾ എന്താ ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ സഹായം തേടുന്നതിനായി നൽകിയ ഒരു ഓഫറായിരുന്നു ഓഗസ്റ്റ് ഓഫർ. ഈ ഓഗസ്റ്റ് ഓഫർ കൊടുത്തത് 1940 ആ വർഷം ഓർത്തു വെക്കണേ. എപ്പോഴാണ് ഓഗസ്റ്റ് ഓഫർ നൽകിയത്? ഓഗസ്റ്റ് ഓഫർ നൽകിയത് 1940 ആഗസ്റ്റ് 8-നാണ്. ഓഗസ്റ്റ് 8-നാണ് എന്ത് നൽകിയത്? ഈ ഓഗസ്റ്റ് ഓഫർ നൽകിയത്. അപ്പോൾ നോക്കൂ, 1940 ഓഗസ്റ്റ് 8-ന് എന്ത് നൽകി? ഓഗസ്റ്റ് ഓഫർ നൽകി. അത് ഈ ഓഗസ്റ്റ് ഓഫർ എന്തിനാണ് നൽകിയത്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം തേടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നൽകിയ ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ. അപ്പോൾ അന്നത്തെ ബ്രിട്ടീഷിൻ്റെ വൈസ്രോയി ആരായിരുന്നു? അപ്പം ഞാൻ ഈ ഓഗസ്റ്റ് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു പേജിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം, അല്ലേ? എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ ഓഗസ്റ്റ് ഓഫറിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് 8-നാണ്. 1940 ഓഗസ്റ്റ് 8-നാണ്. ഓഗസ്റ്റ് 1940 ഓഗസ്റ്റ് 8-നാണ് എന്ത് ഈ ഒരു ഓഗസ്റ്റ് ഓഫർ നൽകിയത്. ഈ ഓഗസ്റ്റ് ഓഫർ എന്തിനു വേണ്ടിയാണ് നമ്മൾ കൊടുത്തത്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം തേടുന്നതിന് വേണ്ടി. രണ്ടാം ലോക. അപ്പം നിങ്ങൾ നോട്ട് ഇതിൻ്റെ കൂടെ എഴുതി പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾ ചെറുതായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഇവിടെ എഴുതുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോക്കോ കേട്ടോ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം തേടുന്നതിന് വേണ്ടി നൽകിയ ഒരു ഓഫറായിരുന്നു. ഇന്ത്യയുടെ സഹായം തേടുന്നതിന് വേണ്ടി
വേണ്ടി നൽകിയ ഒരു ഓഫർ ആയിരുന്നു ഇന്ത്യയുടെ സഹായം തേടുന്നതിന് വേണ്ടി നൽകിയ ഒരു ഓഫർ ആയിരുന്നു ഓഗസ്റ്റ് ഓഫർ. ഈ ഓഗസ്റ്റ് ഓഫർ നൽകിയ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്തു വെച്ചോണം. ഈ ഓഗസ്റ്റ് ഓഫർ നൽകിയത് ആരാണ്? ഓഗസ്റ്റ് ഓഫർ നൽകിയത് ബ്രിട്ടീഷുകാരല്ലേ? ഇന്ത്യയുടെ സഹായം കിട്ടാൻ വേണ്ടി ബ്രിട്ടീഷുകാരല്ലേ ഓഗസ്റ്റ് ഓഫർ കൊടുത്തത്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം നേടുന്നതിന് വേണ്ടി. ഇത്രയും സെറ്റല്ലേ? അപ്പോൾ ഈ ഓഗസ്റ്റ് ഓഫർ കൊടുത്തപ്പോൾ അന്നത്തെ ബ്രിട്ടീഷിന്റെ വൈസ്രോയി ആരായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. 1937 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. പാസ്സായത് 1935 ആണെങ്കിലും നിലവിൽ വന്ന 1937 ആയിരുന്നെന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിപ്പിച്ചിരുന്നു. അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? നമ്മുടെ ലിറ്റ്ഗോ ആയിരുന്നു. ആ ലിറ്റ്ഗോ തന്നെയാണ് ഇപ്പോഴത്തെ വൈസ്രോയി. അപ്പൊ നോക്കൂ, ലിറ്റ്ഗോ. അപ്പൊ ലിറ്റ്ഗോയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓഗസ്റ്റ് ഓഫർ നൽകിയപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇന്ത്യയുടെ സഹായം തേടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊടുത്ത ഓഗസ്റ്റ് ഓഫർ ആ സമയത്തെ നമ്മുടെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു. നോക്കൂ, പേര് നോക്കൂ, ലിറ്റ്ഗോ. ആരാണ്? ലിറ്റ്ഗോ. അപ്പം ഇത് ഞാൻ ഈ യെല്ലോ ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓഗസ്റ്റ് ഓഫറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് പ്രധാനമായി പഠിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കൂ. ഈ ഓഗസ്റ്റ് ഓഫർ എന്തൊക്കെയായിരുന്നു ഓഫറുകൾ? 3 പ്രധാനപ്പെട്ട ഓഫറുകളായിരുന്നു ആര് നൽകിയത്? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിറ്റ്ഗോ തന്ന ഓഫറുകൾ എന്തൊക്കെയായിരുന്നു? അപ്പൊ നമുക്ക് ആ ഓഫറുകൾ ഒന്ന് നോക്കണം അല്ലേ? അപ്പൊ നോക്കൂ, ഓഫറുകൾ എന്തൊക്കെയായിരുന്നു? ഓഫറുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ പുത്രികാ രാജ്യ പദവി നൽകും. അതായത് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി. നോക്കൂ, പുത്രികാ രാജ്യ പദവി നൽകുമെന്നാണ് പറഞ്ഞത്. പുത്രികാ രാജ്യ പദവി. അതായത് ഈ പുത്രികാ രാജ്യപദവി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഭരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകും. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഒരു കൺട്രോൾ ഉണ്ടാവും അല്ലേ? അപ്പം ഇന്ത്യക്കാർ തന്നെ ഭരിക്കും, പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. അതാണ് പുത്രികാ രാജ്യപദവി എന്ന് പറയുന്നത്. അപ്പം പുത്രികാ രാജ്യപദവി നൽകാമെന്നൊരു ഓഫർ ഈ ഓഗസ്റ്റ് ഓഫറിന്റെ ഭാഗമാണ്. ഇനിയും രണ്ടാമത്തെ ഭരണഘടന നിർമ്മിക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലേ? അത് ഈ ഓഗസ്റ്റ് ഓഫറിൽ ഉൾപ്പെടുന്നതാണ്. ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം. ഭരണഘടന നിർമ്മിക്കാനുള്ള നോക്കൂ ഞാനിവിടെ എഴുതാം. ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം. ഇനി മൂന്നാമത്തെ ഓഫർ എന്തൊക്കെയായിരുന്നു? മൂന്നാമത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ സമ്മതമില്ലാതെ ഭരണഘടന നിർമ്മിക്കില്ല. അതായത് എല്ലാ ആളുകളൂടെ ചേർന്നായിട്ടാണ് ഭരണഘടന നിർമ്മിക്കത്തുള്ളൂ. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ സമ്മതമില്ലാതെ ഭരണഘടന നിർമ്മിക്കില്ല. അപ്പൊ നോക്കൂ, ന്യൂനപക്ഷങ്ങളുടെ സമ്മതമില്ലാതെ ഭരണഘടന നിർമ്മിക്കില്ല. ഓക്കെ ആണോ? നിർമ്മിക്കില്ല. ഭരണഘടന നിർമ്മിക്കില്ല. അപ്പം 3 കാര്യങ്ങളായിരുന്നു നമ്മുടെ ലിറ്റ്ഗോ നമ്മുടെ വൈസ്രോയി ആയി വന്നുകൊണ്ട് ലിറ്റ്ഗോ 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ നൽകി. എന്തൊക്കെയായിരുന്നു ആ ഓഫറിലുള്ളത്? രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇന്ത്യയുടെ സഹായം തേടുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഓഫർ. ആ ഓഫർ എന്തായിരുന്നു? ഓഫർ അതായത് നമ്മുടെ ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകാം. അതായത് ഇന്ത്യക്ക് സ്വന്തമായി ഭരിക്കാം, പക്ഷെ ആരുടെ ഒരു കൺട്രോൾ ഉണ്ടാവും? ബ്രിട്ടീഷുകാരുടെ ഒരു കൺട്രോൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഭരണഘടന നിർമ്മിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകും അല്ലേ? അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ സമ്മതമില്ലാതെ ഭരണഘടന നിർമ്മിക്കില്ല. അങ്ങനെ 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ വന്നത്. 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇത് ഓരോ പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓഗസ്റ്റ് ഓഫറുകളിൽ ഏതൊക്കെയായിരുന്നു ആ 3 ഓഗസ്റ്റ് ഓഫറുകൾ എന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ഏതൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ നോക്കൂ, ഈ 3 തരത്തിലുള്ള ഓഫറുകളാണ് നൽകിയത്. ഒന്ന് പുത്രിക. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? ഓഗസ്റ്റ് ഓഫർ ആരായിരുന്നു? വൈസ്രോയി ലിറ്റ്ഗോയാണ്. വർഷം എത്രയാണ്? ഇവിടെ എല്ലാം ഞാൻ
ഞാൻ കൊടുത്തിട്ടുണ്ട്. വർഷം എത്രയാണ്? 1940 ഓഗസ്റ്റ് 8. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ സാറേ നോട്ടൊന്നും ഇല്ലേ, ഇങ്ങനെ ഇപ്പോൾ എഴുതി പോവാണോന്ന്. കൃത്യമായ നോട്ടൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ അത് അങ്ങനെ വായിച്ചു വിട്ടാൽ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. നോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോട്ടൊന്നും ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ അങ്ങനെ നോട്ട് അങ്ങ് തന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എന്താണ് കുറച്ചുകൂടി സിമ്പിളാക്കി പോയിന്റ് ആയിട്ട് ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു നോട്ട്ബുക്ക് എടുത്ത് നിങ്ങൾ ആ നോട്ട്ബുക്കിൽ ഇത് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ കൂടെ ഇരുന്ന് നോട്ട് ക്രിയേറ്റ് ചെയ്ത് പോവാം. ഞാൻ ഈ പ്രധാനമായിട്ടും പറയുന്ന പോയിന്റുകൾ മാത്രമേ നിങ്ങൾ അവിടെ എഴുതി വെച്ച് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചു പോവാം. അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒറ്റ പരിപാടിയിലെല്ലാം നോട്ടും എഴുതി എന്താണ് ക്ലാസ്സും കേട്ട് പഠിച്ചു പോവാം. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആദ്യമേ ക്ലാസ് കേട്ടു, അത് ക്ലാസ് കേട്ട് കഴിഞ്ഞ് അത് പഠിക്കാനൊരു സമയം, നോട്ട് എഴുതാനൊരു സമയം, അത്രയും നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഞാൻ ഈ ഷോർട്ടായിട്ട് തരുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ നോട്ടിൽ കുറിച്ച് വെക്കുക. പിന്നീട് അത് നിങ്ങൾ പഠിച്ചു പോവുക ക്ലാസ്സിനോടൊപ്പം. ഞാനിത് 3-4 തവണ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ തലയിൽ അത് കയറും. അപ്പോൾ സംശയമൊന്നുമില്ല. അപ്പം ഇതൊക്കെയായി 3 ഓഫറുകൾ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. നിങ്ങൾ ഓഗസ്റ്റ് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇത് ആരായിരുന്നു? അന്നത്തെ വൈസ്രോയ് ലിലിത്ഗോയാണ്. അത് ഏത് വർഷമായിരുന്നു? 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 8 അല്ലേ? ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് 8 എന്തൊക്കെയായിരുന്നു ആ 3 ഓഫറുകൾ? ഇതൊക്കെയായിരുന്നു: പുത്രിക രാജ്യപദവി, ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ സമ്മതമില്ലാതെ ഭരണഘടന നിർമ്മിക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സെറ്റല്ലേടാ? സെറ്റാണെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റിൽ ക്ലാസ് റെഡി ആണെങ്കിൽ ഒന്ന് പറയണം. എന്തെങ്കിലും ക്ലാസ്സിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഓഗസ്റ്റ് ഓഫറുമാണ് നമ്മൾ പറഞ്ഞത്. 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം തേടുന്നതിനായിട്ട് കൊണ്ടുവന്ന ഓഫറായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓഫർ ഏതൊക്കെയാണ് 3 ഓഫറുകളെന്നും ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്ത് പോയത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ക്രിപ്സ് മിഷൻ. അതിൻ്റെ നോട്ട് ഇവിടെ ഉണ്ട്. ക്രിപ്സ് മിഷൻ്റെ നോട്ട് ഇവിടെയുണ്ട്. അപ്പോൾ ക്രിപ്സ് മിഷൻ ഞാൻ പെട്ടെന്ന് പറയാം. ക്രിപ്സ് മിഷൻ നോക്കൂ, ഞാനിവിടെ ഒന്ന് പോയിന്റ് ഇട്ട് സ്റ്റാറൊക്കെ ഇട്ട് ഞാനിവിടെ ഒന്ന് പറഞ്ഞു തരാം. ക്രിപ്സ് മിഷൻ, എന്നിട്ട് നമുക്ക് ആ നോട്ട് വായിക്കാം കേട്ടോ. ഓക്കെ, ക്രിപ്സ് മിഷൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാനിവിടെ നോട്ട് ചെയ്ത് തരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നോട്ട് ചെയ്ത് വരാം. അപ്പോൾ നോക്കിക്കോളൂ, ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ക്രിപ്സ് മിഷൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിൽ പിന്തുണ തേടാനായിട്ടുണ്ടായ ഒരു മിഷനാണ്. അതായത് നമ്മളുടെ ഓഗസ്റ്റ് ഓഫറൊന്നും ആരും അംഗീകരിച്ചില്ല, ഇന്ത്യക്കാരൊന്നും അംഗീകരിച്ചില്ല. കാരണം ഈ ഓഗസ്റ്റ് ഓഫർ എന്താണ്, പുത്രിക രാജ്യപദവി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സംഭവം? ഞാൻ പറഞ്ഞു ഇന്ത്യക്കാർക്ക് ഭരിക്കാം, പക്ഷെ ആരുടെ കൺട്രോൾ ഉണ്ട്? ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ ഉണ്ട്. അപ്പോൾ അതൊന്നും ആരും സമ്മതിച്ചില്ല, ഇന്ത്യക്കാർ സമ്മതിച്ചില്ല. നിങ്ങളുടെ കൺട്രോളൊന്നും വേണ്ട, ഞങ്ങൾക്ക് സ്വന്തമായി തന്നെ ഭരിക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിൽ ഇന്ത്യക്കാർ നിന്നു. അപ്പോൾ ഇന്ത്യക്കാർ എന്ത് ചെയ്തില്ല? ഈ ഓഗസ്റ്റ് ഓഫറൊന്നും അവിടെ വിജയിച്ചില്ല. അപ്പോൾ അങ്ങനെ ഓഗസ്റ്റ് ഓഫർ വിജയിക്കാത്ത സമയത്ത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചോളം എങ്ങനെയെങ്കിലും ഈ 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ ഒരു സപ്പോർട്ട് നേടണം. അപ്പോൾ അതിനുവേണ്ടി ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെട്ടു. നേരെ അവരെന്ത് കൊണ്ടുവന്നു? ക്രിപ്സ് മിഷൻ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് എന്ത്? നേരെ അവർ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ക്രിപ്സ് മിഷൻ. അതായത് ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? 2ാം ലോക മഹായുദ്ധത്തിൽ പിന്തുണ തേടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ പിന്തുണ നേടാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മിഷനാണ്. പിന്തുണ നേടാനായിട്ട് കൊണ്ടുവന്ന ഒരു മിഷനാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. അതായത് ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെട്ടു. അപ്പോൾ പിന്നെ ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞൊരു പുതിയ മിഷൻ കൊണ്ടുവന്നിരിക്കുക. ക്രിപ്സ് മിഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ക്രിപ്സ് മിഷനും എന്ത് തന്നെയാണ്? ഈ 2ാം ലോക മഹായുദ്ധത്തിൽ പിന്തുണ നേടാൻ വേണ്ടി കൊണ്ടുവന്നത് തന്നെയാണ് ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെട്ടപ്പോൾ. അപ്പോൾ ഈ ക്രിപ്സ് മിഷൻ കൊണ്ടുവന്ന വർഷം എത്രയായിരുന്നു? ക്രിപ്സ് മിഷന് 1940 ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ. നമ്മൾ പഠിച്ചു അത്. 1940 ഓഗസ്റ്റ് 8 എന്താ ഓഗസ്റ്റ് ഓഫർ. ഈ ക്രിപ്സ് മിഷന് 1942 അതായത് ഓഗസ്റ്റ് ഓഫറിന് ശേഷം 2 വർഷം കൂടെ കഴിഞ്ഞ് അല്ലേ, 1940 ഓഗസ്റ്റ് ഓഫർ. നമ്മുടെ ക്രിപ്സ് മിഷൻ 1942 മാർച്ച് 22 1942 മാർച്ച് 22. അപ്പോൾ നോക്കൂ, 1942 മാർച്ച് 22 എന്ത്? ഒന്നുകൂടെ എൻ്റെ കൂടെ പറയുക, റിപ്പീറ്റ് ചെയ്ത് പറയുക. 1942 മാർച്ച് 22 എന്ത്? യെസ്, ക്രിപ്സ് മിഷൻ അല്ലേ. ഒരു മിനിറ്റ് എടാ. ഓക്കെ,
അപ്പോൾ 1942 മാർച്ച് 22-നായിരുന്നു എന്ത് ക്രിപ്സ് മിഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ക്രിപ്സ് മിഷന് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് പിന്തുണ തേടാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഈ ക്രിപ്സ് മിഷൻ ഒരു മിഷൻ ആകുമ്പോൾ അതിന് എന്ത് വേണം, ഒരു ചെയർമാനൊക്കെ വേണം അല്ലേ, ഒരു ചെയർമാനൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ കാര്യമുള്ളൂ. അപ്പോൾ ഈ ക്രിപ്സ് മിഷൻ്റെ ചെയർമാനായി വന്ന വ്യക്തിയായിരുന്നു വളരെ ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, ആര്, സ്റ്റാഫോർഡ് ക്രിപ്സ്. സ്റ്റാഫോർഡ് ക്രിപ്സ് എന്താണ്? സ്റ്റാഫോർഡ് ക്രിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഈ പേര് നിങ്ങൾ സെറ്റ് ആക്കണം ഇവിടെ. സ്റ്റാഫോർഡ് ക്രിപ്സ്, അതാണ് ക്രിപ്സ് മിഷൻ. ആ ക്രിപ്സ് എന്നുള്ളത് എവിടാ? സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ഇതിന്റെ ചെയർമാൻ. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ക്രിപ്സ് മിഷൻ എന്ന പേര് വന്നത്. സ്റ്റാഫോർഡ് ക്രിപ്സ് ആയതുകൊണ്ടാണ് ക്രിപ്സ് മിഷൻ എന്ന പേര് വന്നത്. അപ്പൊ ഇയാളുടെ പേര് നിങ്ങൾ പഠിക്കണം. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആയിരുന്നു ആര്? നമ്മുടെ സ്റ്റാഫോർഡ് ക്രിപ്സ്. ആരായിരുന്നു? നമ്മുടെ സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പൊ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്താണ്? കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ക്രിപ്സ് മിഷൻ എന്താണ്? കൃത്യമായി അതിന്റെ ചെയർമാനായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും, മറക്കരുത്, ആരായിരുന്നു ക്രിപ്സ് മിഷന്റെ ചെയർമാൻ? അപ്പൊ നിങ്ങൾ പറയണം അത് സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തില് പിന്തുണ നേടാനായി കൊണ്ടുവന്ന മിഷൻ ഏതായിരുന്നു? ക്രിപ്സ് മിഷൻ. കാരണം ഇനി നമ്മൾ ക്യാബിനറ്റ് മിഷൻ പഠിക്കും. അപ്പൊ ഇത് രണ്ടുകൂടെ ക്രിപ്സ് ആണോ ക്യാബിനറ്റ് ആണോ മാറിപ്പോവരുത്. ക്രിപ്സ്. രണ്ടാം ലോക മഹായുദ്ധമാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അവിടെ എന്താ? ക്രിപ്സാ. അവിടെ ഉറപ്പിച്ചോളൂ, എന്താണ്? ക്രിപ്സ് ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എല്ലാവരും എന്താണ്? സെറ്റാക്കി പഠിച്ചോണം. എല്ലാവരും സെറ്റാക്കി പഠിച്ചോണം, ഒരു സംശയം വേണ്ട. ക്രിപ്സ് മിഷൻ രണ്ടാം ലോകത്തിൽ ആണെങ്കിൽ ഉറപ്പിച്ചോളൂ, ക്രിപ്സ് മിഷൻ ചെയർമാൻ ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പൊ നോക്കൂ, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, അതായത് ഈ നമ്മുടെ ഈ ക്രിപ്സ് മിഷനൊക്കെ നടക്കുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഞാൻ വേറൊരു കളർ എടുക്കാം. യെസ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, ആരായിരുന്നു? അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ. ഈ പേരുകൾ എനിക്കറിയാം, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, ഇതെങ്ങനെ പഠിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളുടെ ക്ലാസ്സിൽ ഞാനത് വീണ്ടും പറയും, നമ്മൾ പഠിച്ചാൽ പോകുന്നത്. റെഡിയാണല്ലോ? അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, ക്ലാസ്സിൻ്റെ ടൈം നോക്കി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്താണ്, കാര്യം നടക്കത്തില്ല. കാര്യം സമയം ക്ലാസ് കുറച്ച് എടുക്കും, കുറച്ച് ലെങ്ത് ആയിരിക്കും എൻ്റെ ക്ലാസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ അത് സെറ്റാക്കുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ ഇനിയും എൻ്റെ കൂടെ നോട്ടുകൂടെ എഴുതി പൊക്കോളൂ. അപ്പോൾ അതിനുള്ള സമയം ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടി നിങ്ങൾ ചെയ്യൂ. അപ്പം നിങ്ങൾ സമയം നോക്കരുത്, ഒരുപാടെങ്കിലും ലെങ്ത് ആക്കാതെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം അന്നത്തെ, അതായത് ഈ ക്രിപ്സ് മിഷൻ വന്നപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു ആര്? എല്ലാവരും പറ. ക്രിപ്സ് മിഷൻ വന്നപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിന്തുണ നേടാനായിട്ടുള്ള മിഷനായിരുന്നു ക്രിപ്സ് മിഷൻ. അതിന്റെ ചെയർമാൻ ആയിരുന്നു ആര്? നമ്മുടെ ആരായിരുന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പൊ അന്നത്തെ ബ്രിട്ടീഷ്, ഈ ക്രിപ്സ് മിഷൻ വന്നപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ. റെഡിയാണല്ലോ? യെസ്, വിൻസ്റ്റൺ ചർച്ചിൽ. അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് സെറ്റായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്രിപ്സ് മിഷൻ എന്താന്ന് പറഞ്ഞാലോ, ഈ ക്രിപ്സ് മിഷനെ പറ്റി ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു. എന്താണ് ഗാന്ധിജി പറഞ്ഞ? ഇതാണ് ഗാന്ധിജി ഈ ക്രിപ്സ് മിഷനെ പറ്റി പറഞ്ഞതെന്നറിയാവോ? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. ഗാന്ധിജി എന്താ പറഞ്ഞത്? ഗാന്ധിജി ഈ ക്രിപ്സ് മിഷനെ പറ്റി പറഞ്ഞ കാര്യമാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക്. ഇതാര് പറഞ്ഞാണ്? ഗാന്ധിജി പറഞ്ഞാണ്.
എടാ ഗാന്ധിജി ക്രിപ്സ് മിഷനെ പറ്റി പറഞ്ഞ വാക്കുകളാണിത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക്. ഇപ്പം അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക് ഇത് ഏത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അല്ലെങ്കിൽ പരാമർശിച്ചെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ക്രിപ്സ് മിഷനാണ്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ക്രിപ്സ് മിഷനും അവിടെ പരാജയപ്പെട്ടു. അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മുടെ പിന്തുണ നേടാനായിട്ട് കൊണ്ടുവന്നതായിരുന്നു ക്രിപ്സ് മിഷൻ. അതിൻ്റെ ചെയർമാൻ ആയിരുന്നു ആര്? സ്റ്റാഫോർഡ് ക്രിപ്സ്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ആര്? അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. അങ്ങനെ വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്ന സമയത്ത് ഗാന്ധിജി ഈ ക്രിപ്സ് മിഷനെ പറ്റി പറഞ്ഞത് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗാന്ധിജി ക്രിപ്സ് മിഷനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. നെഹ്റു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. അതിനെപ്പറ്റി നെഹ്റു എന്താ പറഞ്ഞത്? ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിനില്ലാത്തതുമായ യന്ത്രം, അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓർത്തോണം, മാറിപ്പോവരുത്. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പാർട്ട് 1 കണ്ട് പാർട്ട് 2 കണ്ട് പാർട്ട് 3യിലേക്ക് വരിക. അപ്പം നിങ്ങൾ സെറ്റായിരിക്കും. നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മളിപ്പം പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രിപ്സ് മിഷൻ വന്നു 1942. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ പിന്തുണ നേടാനായിട്ട് കൊണ്ടുവന്നതായിരുന്നു. 1942 മാർച്ച് 22-നാണ് ഇത് വന്നത്. ഓഗസ്റ്റ് ഓഫർ വന്നത് 1940 ഓഗസ്റ്റ് 8-നാണ്. അതിൻ്റെ ചെയർമാനായിരുന്നു, ഈ ഒരു ക്രിപ്സ് മിഷൻ്റെ ചെയർമാനായിരുന്നു ആര്? സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷൻ്റെ ചെയർമാനായിരുന്നു. സ്റ്റാഫോർഡ് ക്രിപ്സ്. പിന്നെ നമ്മുടെ അന്നത്തെ ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പോൾ ഇത് ഗാന്ധിജി എന്താണ് പറഞ്ഞത്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ കാലഹരണപ്പെട്ട ചെക്ക് എന്നാര് പറഞ്ഞു? ഗാന്ധിജി ഈ ഒരു ക്രിപ്സ് മിഷനെ പറ്റി പറഞ്ഞു. അപ്പം അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ നോക്കൂ, ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളായല്ലോ. അതായത് ക്രിപ്സ് മിഷൻ വരെ ആയി അല്ലേ? അപ്പം അത്രയും സെറ്റാണോ? നിങ്ങൾക്ക് റെഡി അല്ലേടാ? പവറാണ് അല്ലേ? ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് ബ്രിട്ടീഷിന് പുതിയ പ്രധാനമന്ത്രി വരുന്നു. പുതിയ പ്രധാനമന്ത്രി ആർക്ക് വരുന്നു? പുതിയ പ്രധാനമന്ത്രി വരുന്നു. ബ്രിട്ടീഷിന് പുതിയ പ്രധാനമന്ത്രി വരികയാണ്. ആ പുതിയ പ്രധാനമന്ത്രിയുടെ പേരാണ് ആര്? പുതിയ പ്രധാനമന്ത്രി ആയിരുന്നു നമ്മുടെ ക്ലെമന്റ് ആറ്റ്ലി. ആരാണ്? ക്ലെമന്റ്. അപ്പൊ വിൻസ്റ്റൺ ചർച്ചിൽ പോയിട്ട് ആര് വരികയാണ്? ക്ലെമന്റ് ആറ്റ്ലി വരികയാണ്. നോക്കൂ, ക്ലെമന്റ് ആറ്റ്ലി. അപ്പൊ ക്ലെമന്റ് ആറ്റ്ലി നേരെ അങ്ങ് വരികയാണ് മക്കളെ. ഈ ക്ലെമന്റ് ആറ്റ്ലി ഏത് പദവിയാണ്? നമ്മുടെ ബ്രിട്ടീഷിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ്. അപ്പോ ക്ലെമന്റ് ആറ്റ്ലി വരുന്നു. ആർക്ക് പകരമാണ്? വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ബ്രിട്ടീഷിന്റെ അന്നത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം മാറി പകരം ആര് വരുന്നു? ക്ലെമന്റ് ആറ്റ്ലി വരുന്നു. ആരാണ് വരുന്നത്? ക്ലെമന്റ് ആറ്റ്ലി വരുന്നു. അങ്ങനെ പുതിയ പ്രധാനമന്ത്രി വന്നപ്പോൾ അവിടെ പുതിയ വൈസ്രോയും എത്തുകയാണ്. അത് നമ്മുടെ ലിലിത്ഗോ ആയിരുന്നു ഇത്രയും നേരം. ഓഗസ്റ്റ് ഓഫർ സമയം മുതൽ ആരായിരുന്നു? നമ്മുടെ ലിലിത്ഗോ ആയിരുന്നു. അങ്ങനെ പുതിയ വൈസ്രോയ് വരികയാണ്. പുതിയ വൈസ്രോയുടെ പേരെന്താണ്? പുതിയ വൈസ്രോയ് വരികയാണ്. ആ പുതിയ വൈസ്രോയി ആണ് വേവൽ പ്രഭു വരികയാണ്. പുതിയ വൈസ്രോയി ആയിട്ട് ആര് വരികയാണ്? വേവൽ പ്രഭു വരികയാണ്. അപ്പൊ നോക്കൂ, ക്രിപ്സ് മിഷന് ശേഷം ഇവിടെ ഞങ്ങൾ എന്താ സാർ പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ക്രിപ്സ് മിഷൻ കഴിഞ്ഞു. അപ്പം ക്രിപ്സ് മിഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ക്രിപ്സ് മിഷൻ്റെ ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ആ സമയത്ത് പ്രധാനമന്ത്രി നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്രിപ്സ് മിഷനും പാളി. അപ്പോഴാണ് പുതിയ പ്രധാനമന്ത്രി ബ്രിട്ടീഷിന് വരുന്നത്. ആ പുതിയ പ്രധാനമന്ത്രിയുടെ പേരാണ് ക്ലെമന്റ് ആറ്റ്ലി. പുതിയ പ്രധാനമന്ത്രി വരുന്നു. ആ പുതിയ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു ഇതെന്താണ്? ഒരു മിനിറ്റടാ. അപ്പോൾ പുതിയ പ്രധാനമന്ത്രി വരുന്നു. ആ പുതിയ പ്രധാനമന്ത്രിയുടെ പേരാണ് ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്നത്. പുതിയ പ്രധാനമന്ത്രിയുടെ പേര് ക്ലെമന്റ് ആറ്റ്ലി ആണ്. പുതിയ വൈസ്രോയി വരുന്നു. പുതിയ വൈസ്രോയുടെ പേര് വേവൽ പ്രഭു എന്നാണ്. പുതിയ വൈസ്രോയുടെ പേര് പുതിയ വൈസ്രോയുടെ പേരായിരുന്നു വേവൽ പ്രഭു. അപ്പൊ പുതിയ പ്രധാനമന്ത്രിയും പുതിയ വൈസ്രോയും എത്തുകയാണ് അല്ലേ? അപ്പൊ ഈ വേവൽ പ്രഭു ആരായിട്ട് വന്നു? വേവൽ പ്രഭു നമ്മുടെ വൈസ്രോയി ആയിട്ട് എത്തുകയാണ്. എങ്ങനെയാണ് വരുന്നത്? വേവൽ പ്ലാനുമായിട്ട് വരികയാണ്. എന്താണ്? വേവൽ പ്ലാൻ. അങ്ങനെ എന്ത് വരികയാണ്? വേവൽ പ്ലാൻ വരികയാണ്. വേവൽ പ്ലാന് 1945 എത്തുന്നു. അപ്പൊ 1945 എന്തെത്തുകയാണ്?
വേവൽ പ്ലാൻ എത്തുകയാണ്. അതായത് നമ്മുടെ വേവൽ പ്രഭു അന്നേരം വൈസ്രോയി ആയില്ലേ, പുതിയ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയില്ലേ, വൈസ്രോയി മാറി, വൈസ്രോയി ആരായി, വേവൽ പ്രഭു ആയി. അപ്പം അങ്ങനെ ഒരു വേവൽ പ്ലാൻ എത്തുകയാണ് 1945. അപ്പം വേവൽ പ്ലാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം അല്ലേ എന്ന് ബ്രിട്ടീഷ് പറയുന്നു 1945. അപ്പം പക്ഷേ എന്താണ്, സ്വാതന്ത്ര്യം നമുക്ക് ഒറ്റയടിക്ക് തരില്ല അല്ലേ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ വേവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വരാൻ കാരണമായ പ്ലാനാണ് വേവൽ പ്ലാൻ. അതായത് ഭരണഘടന നിലവിൽ വരാൻ കാരണമായ പ്ലാൻ. അപ്പോൾ ഭരണഘടന നിലവിൽ വരാൻ കാരണമായ പ്ലാൻ ആണ് എന്നത് പറയുന്നത് വേവൽ പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ വേവൽ പ്ലാൻ നോക്കൂ, ഭരണഘടന നിലവിൽ വരാനായിട്ട് കാരണമായ, നമ്മുടെ ഭരണഘടന ഉണ്ടല്ലോ, നമ്മുടെ ഭരണഘടന നിലവിൽ വരാൻ കാരണമായ ഒരു പ്ലാൻ ആയിരുന്നു എന്ത്, വേവൽ പ്ലാന്. അപ്പൊ ഈ വേവൽ പ്ലാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം തരാം, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം തരാം, പക്ഷെ സ്വാതന്ത്ര്യം ഒറ്റയടിക്ക് തരില്ല. അങ്ങനെ വേവൽ പറയാൻ കാര്യം, ഒറ്റയടിക്ക് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം തന്നാൽ അത് പ്രത്യേകിച്ച് എന്താണ്, രാജ്യഭരണമായിട്ട് മാറാൻ, അല്ലെങ്കിൽ രാജാക്കന്മാർ പിന്നീട് ഭരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്, രാജാക്കന്മാർ ഭരിക്കാം. ഇനി മാത്രമല്ല, ഇന്ത്യക്കാർ കണ്ടിട്ടുള്ള ഭരണം എന്താണ്, ഒന്ന് രാജ്യഭരണം കണ്ടിട്ടുണ്ട്, പിന്നെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കാർ തന്നെ ഭരിക്കുന്ന ഒരു നയം അന്നത്തെ ആളുകൾക്ക് അത്ര അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഇന്ത്യയിലേക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഇന്ത്യക്കാർ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഭരണം വരുമ്പോൾ അത് ആളുകൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ആളുകൾ കണ്ടിട്ടുള്ളത് രാജ്യഭരണവും ബ്രിട്ടീഷുകാരുടെ ഭരണവുമാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം എന്താണ്, ഇന്ത്യക്കാരെ തന്നെ ഭരിക്കുമ്പോൾ അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, പെട്ടെന്ന് സ്വാതന്ത്ര്യം തരില്ല, പകരം എന്താണ്, ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കാനും ആര് പറഞ്ഞു, നമ്മുടെ വേവൽ പ്ലാനിൽ ഉണ്ടായിരുന്നു ഇടക്കാല ഗവൺമെൻറ്. അപ്പോൾ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരണം. അപ്പോൾ ഈ ഇടക്കാല ഗവൺമെൻറ് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇടക്കാല ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇടക്കാല ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രസിഡന്റ് കാണും, അപ്പോൾ ഈ പ്രസിഡൻ്റായിട്ട് ആരാണ്, നമ്മുടെ വൈസ്രോയി തന്നെ എന്താണ്, പ്രസിഡൻ്റായിട്ട് നിൽക്കും. എന്നിട്ട് ഈ പ്രസിഡന്റിൻ്റെ കീഴിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. ഇപ്പോൾ ജലവകുപ്പ്, അങ്ങനെ ഒരുപാട് വകുപ്പുകളില്ലേ, അങ്ങനെ ഒരുപാട് വകുപ്പുകൾ വരും. ഈ വകുപ്പിൻ്റെ ഒക്കെ തലവനായിട്ട് ആര് വരും, ഇന്ത്യക്കാർ വരും. ഈ ഓരോ വകുപ്പിൻ്റെയും തലപ്പത്തായിട്ട് ആര് വരും, ഇന്ത്യക്കാർ വരും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് വൈസ്രോയി അല്ലേ ഇരിക്കുന്നത്, അത് മാറി അവിടെ ഒരു ഇന്ത്യക്കാർ വരും. അപ്പോൾ അതാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടക്കാല ഗവൺമെൻറ് രൂപീകരണവും ആരുടെ ഉള്ളതാണ്, വേവൽ പ്ലാനിലുള്ളതായിരുന്നു ഇടക്കാല ഗവൺമെൻറ്. അപ്പോൾ നോക്കൂ, ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു, ഓഗസ്റ്റ് ഓഫർ ആദ്യമേ പരാജയപ്പെട്ടു, അതിനുശേഷം ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു. അപ്പോൾ പുതിയ പ്രധാനമന്ത്രി വന്നു ക്ലെമന്റ് ആറ്റ്ലി, പുതിയ വൈസ്രോയി വന്നു വേവൽ പ്രഭു എന്തായിട്ടാണ് വന്നത്, ഒരു വേവൽ പ്ലാനുമായിട്ടാണ് വന്നത്. എപ്പോഴായിരുന്നു, 1945 ഒരു വേവൽ പ്ലാനുമായിട്ട് എത്തുന്നു. ആ വേവൽ പ്ലാനിൽ എന്തായിരുന്നു പറയുന്നത്, അതായത് ഭരണഘടന നിലവിൽ വരാൻ കാരണമായ ഒരു പ്ലാൻ ആയിരുന്നു വേവൽ പ്ലാൻ. കാരണം വേവൽ പറഞ്ഞു ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച് എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകാനായിട്ട് വേവൽ തീരുമാനിച്ചു അല്ലേ. അപ്പം ചോദിക്കും, ഭരണഘടന നിലവിൽ വരാൻ കാരണമായ പ്ലാൻ ഏത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ പറയണം എന്താണ്, വേവൽ പ്ലാൻ എന്ന് പറയണം. ഇനിയും ഇടക്കാല ഗവൺമെന്റ് എന്താണെന്നുകൂടി ഞാൻ പറഞ്ഞു വന്നു. ഇങ്ങനെ ഇടക്കാല ഗവൺമെന്റ് എന്തുകൊണ്ട് രൂപീകരിച്ചു, എന്തുകൊണ്ട് ഒറ്റയടിക്ക് സ്വാതന്ത്ര്യം തന്നില്ല എന്ന കാര്യവും ഞാൻ പറഞ്ഞു. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഏതാണ്, ഇവിടെയാണ് ഇവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. അപ്പം പുതിയ പ്രധാനമന്ത്രി വന്നു, അങ്ങനെ വേവൽ പ്ലാൻ വന്നു. വേവൽ പ്ലാൻ 1945 ഭരണഘടന നിലവിൽ വരാൻ കാരണമായ പ്ലാൻ ആയിരുന്നു. അതിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകരണവും ആരുടെ പ്ലാനിലുണ്ടായിരുന്നു, വേവലിൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നു. സെറ്റല്ലേ, ഇത്ര ഓക്കെ ആണോടാ, ഇത്ര ഓക്കെ ആണോ എന്ന് വേഗം പറഞ്ഞേ, ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ നോക്കൂ, ഈ വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് വന്ന ഒരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പം ഞാൻ പറഞ്ഞു ക്രിപ്സ് മിഷനും ക്യാബിനറ്റ് മിഷനും മാറിപ്പോയില്ല. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ നോക്കൂ. യെസ് ക്യാബിനറ്റ് മിഷൻ.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് വന്ന ഒരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. എന്താണ്? വേവൽ പ്ലാൻ നടപ്പിലാക്കണമല്ലോടാ. അപ്പോൾ വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് വന്ന ഒരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. എന്താണ്? ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു മിഷനാണ്. നോക്കൂ, ഇത് നമ്മൾ ക്യാബിനറ്റ് മിഷൻ അല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്നും എന്താണ് ഇത് അറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി. ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. റെഡിയാണല്ലോ? ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം ക്യാബിനറ്റ് മിഷൻ വന്നു അല്ലേ. അപ്പോൾ ക്രിപ്സ് മിഷനും ക്യാബിനറ്റ് മിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിലെ പിന്തുണ നേടാനായിട്ട് കൊണ്ടുവന്ന മിഷനായിരുന്നു ക്രിപ്സ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ വേവൽ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷന് ഇന്ത്യയിലെത്തിയത് എന്താണെന്നറിയാമോ? ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി എന്നുകൂടി ഇതിന് പേരുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിലെത്തിയത് എന്താണെന്നറിയാമോ? നോക്കൂ, ഇന്ത്യയിലെത്തിയത് എന്താണ്? ഇത് ഇന്ത്യയിലെത്തിയത് എന്താണ്? ഇത് ഇന്ത്യയിലെത്തിയത് 1946 എന്താണ് മാർച്ച് 24 ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചു വെക്കണം. കുറേ ഡേറ്റ് ആയല്ലോ സാറേ എന്ന് നിങ്ങൾ വിചാരിക്കണം. ഒന്നുമില്ല. ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ. അത് കഴിഞ്ഞ് വന്നത് നമ്മുടെ ക്രിപ്സ് മിഷൻ ആയിരുന്നു 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ. പിന്നെ ആ ക്രിപ്സ് മിഷനും പരാജയപ്പെട്ടതോടുകൂടി പുതിയ പ്രധാനമന്ത്രി, പുതിയ വൈസ്രോയി വരുന്നു. അങ്ങനെ വേവൽ പ്ലാൻ 1945 നടപ്പിലാക്കുന്നു. വേവൽ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. അത് ഇന്ത്യയിലെത്തിയത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24 ഇത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞടാ. എളുപ്പമാണ്. ശരിക്കും ഇത് എളുപ്പമാണ്. റിവിഷൻ ചെയ്ത് പഠിക്കണം. എന്നാൽ ഇതെന്താണ് മക്കളെ? സിമ്പിളാണ്. ഇതൊരിക്കലും ടഫ് അല്ല. അപ്പോൾ നോക്കൂ, എന്താണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്നാണ് 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്താണ് 1946 മാർച്ച് 24 അന്ന് ഇന്ത്യയിലേക്ക് ഇത് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ പുതിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അപ്പം ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ ക്ലെമന്റ്. ഇപ്പോൾ നമ്മുടെ പുതിയ പ്രധാനമന്ത്രി അല്ലേ, ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. നമ്മുടെ പുതിയ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ക്യാബിനറ്റ് മിഷൻ എത്തുകയാണ് മക്കളെ. ഏറ്റവും അടിപൊളിയായി ആരെത്തുകയാണ്? ക്യാബിനറ്റ് മിഷൻ എത്തുകയാണ്. ക്യാബിനറ്റ് മിഷനെ പറ്റി ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നമ്മുടെ വേവൽ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി 1946 മാർച്ച് 24 ഇന്ത്യയിലെത്തിയ ഒരു മിഷനായിരുന്നു ക്യാബിനറ്റ് മിഷൻ. ആ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. പഠിച്ചു വെക്കണം. ക്ലെമന്റ് ആറ്റ്ലിയുടെ പേര് ഇവിടെ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം നോട്ടിലേക്ക് നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമാണ് ഞാനിങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞു തരുന്നത്. നോക്കൂ. ഇനിയും നോക്കൂ. ഇന്ത്യയിലെത്തിയപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ എത്തിയപ്പോൾ അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? പറഞ്ഞേ. എടാ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ പോരെ. വേവൽ പ്ലാൻ, ഞാനൊരു കോഡ് പോലെ പറഞ്ഞത്, വേവൽ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയാണല്ലോ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. അപ്പം ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോഴത്തെ വൈസ്രോയി ആരായിരുന്നു? അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? പറഞ്ഞേ. വേവൽ പ്രഭു. സംശയമുണ്ടോ? ഇല്ല. അപ്പം അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? നോക്കൂ. അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത് വേവൽ പ്രഭു ആയിരുന്നു. വേവൽ പ്രഭു. ഇതും ചോദിക്കും. അപ്പൊ നോക്കൂ, നമ്മൾ ക്യാബിനറ്റ് മിഷനെ പറ്റി പഠിച്ചപ്പോൾ ക്യാബിനറ്റ് മിഷന് അതായത് നമ്മളുടെ 1946 മാർച്ച് 24 നമ്മുടെ ഇന്ത്യയിലെത്തിയ ഒരു മിഷനായിരുന്നു ക്യാബിനറ്റ് മിഷൻ. വേവൽ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യയിലേക്ക് അയച്ചത്. ഇന്ത്യയിലെ ക്യാബിനറ്റ് മിഷൻ എത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് വേവൽ പ്രഭു ആയിരുന്നു. ഈ ഒരു മിഷനിൽ, അതായത് ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ട്. ആ 3 അംഗങ്ങളുടെയും പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. 3 അംഗങ്ങൾ
അതായത് ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളായിരുന്നു ഉള്ളത്. ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങൾ? 3 അംഗങ്ങൾ. എത്ര അംഗങ്ങൾ? 3 അംഗങ്ങൾ. പഠിച്ചോ. അപ്പൊ ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണുള്ളത്. അതില് ഒന്നാമത്തെ ആളുടെ പേരായിരുന്നു ആര്? പെറ്റ്വിക് ലോറൻസ്. ആരാണ്? പെറ്റ്വിക് ലോറൻസ്. അതായത് ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആയിരുന്നു പെറ്റ്വിക് ലോറൻസ്. പെറ്റ്വിക് ലോറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചെയർമാൻ ആയിരുന്നു. ഓക്കെ, ഇതിന്റെ ചെയർമാൻ ആയിരുന്നടാ, ചെയർമാൻ. അതായത് ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിക്കും. അത് പെറ്റ്വിക് ലോറൻസ് ആണ്. അപ്പൊ 3 അംഗങ്ങളായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ എവിടെ ഉണ്ടായിരുന്നത്? ഈ പറയുന്ന ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത് 3 അംഗങ്ങളാണ്. ഒന്ന് പെറ്റ്വിക് ലോറൻസ്, രണ്ട് ഞാൻ ഇവിടെ എഴുതാം. 2 ആരായിരുന്നു? 2 നമ്മുടെ AV അലക്സാണ്ടർ. അപ്പൊ പെറ്റ്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ആ ഒരു ചെയർമാൻ പദവി എടുത്തത്. നമ്മുടെ പെറ്റ്വിക് ലോറൻസ് ആയിരുന്നു. പെറ്റ്വിക് ലോറൻസിന് ശേഷം നമ്മുടെ എന്താണ് AV അലക്സാണ്ടർ ഉണ്ടായിരുന്നു ഈ പറയുന്ന ക്യാബിനറ്റ് മിഷനിൽ. പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു. ആര്? എടാ നമ്മുടെ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആയിരുന്ന സ്റ്റാഫോർഡ് ക്രിപ്സ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് 3 അംഗങ്ങളെ നിങ്ങൾ എന്താണ് ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. പെറ്റ്വിക് ലോറൻസ് അന്നത് ചെയർമാൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ. AV അലക്സാണ്ടർ ഒരു അംഗമായിരുന്നു, ക്യാബിനറ്റ് മിഷന്റെ അംഗമായിരുന്നു. പിന്നെ എന്താണ് നമ്മുടെ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആയിരുന്ന സ്റ്റാഫോർഡ് ക്രിപ്സും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ പേരുകൾ ഒരു സംശയം ഉണ്ടാവരുത്. ഇത്രയും സെറ്റായോ? അതായത് ക്യാബിനറ്റ് മിഷൻ ഞാൻ ഒന്നുകൂടി പറയണോ? വേഗം പറയൂ. യെസ്, ഞാൻ ഒന്നുകൂടി പറയാം. ഞാനിങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് വീണ്ടും പറയുന്നത്. കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ അത് ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് രീതിയിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാസ്സിൻ്റെ ഒരു ശൈലി മാറ്റണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അത് എടുത്തു തരാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ക്യാബിനറ്റ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത്. അന്ന് അത് ഇന്ത്യയിലേക്ക് എത്തിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുമ്പോൾ അതിൽ 3 അംഗങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആയിരുന്ന പെറ്റ്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്നിങ്ങനെ 3 ആളുകൾ. സെറ്റായോ? അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം, ഇതെല്ലാം കൂടെ അല്ലേ എൻ്റെ മനസ്സിൽ നിൽക്കുമോ എന്നൊരു സംശയം. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് റിവിഷൻ ചെയ്യട്ടെ. അപ്പം നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു റിവിഷൻ ആകുമല്ലോ. ഞാൻ പെട്ടെന്നൊന്ന് റിവിഷൻ ചെയ്യാം. ഓഗസ്റ്റ് ഓഫർ നമ്മൾ പഠിച്ചു. ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിവിഷൻ ചെയ്യുകയാണേ. 1940 എന്നായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? വേഗം ഒന്ന് ഓർത്ത് നോക്കി. 1940 വെരി ഗുഡ് മാർച്ച് 22 ഓഗസ്റ്റ് ഓഫർ നടന്നത്. അപ്പോൾ അന്ന് നമ്മുടെ ലില്ലിത്ഗോ ആയിരുന്നു വൈസ്രോയ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഓഗസ്റ്റ് ഓഫറും എന്താണ് പരാജയപ്പെട്ടു പോയി. അങ്ങനെ അടുത്ത ആൾ വരികയാണ് ആര്? ക്രിപ്സ് മിഷൻ. നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം തേടുന്നതിന് വേണ്ടി എത്തിയതാണ് ക്രിപ്സ് മിഷൻ. ഈ ക്രിപ്സ് മിഷന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ക്രിപ്സ് മിഷൻ എന്നായിരുന്നു? ക്രിപ്സ് മിഷൻ 1942 എന്നുള്ള കാര്യം ഓരോരുത്തരും ഓർക്കണം. ഒരു മിനിറ്റ്, ഞാനിവിടെ തെറ്റിച്ചു. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ. എനിക്ക് തെറ്റിപ്പോയി. അപ്പം അത് തെറ്റല്ല കേട്ടോ, തെറ്റല്ല. എനിക്കിത് പെട്ടെന്നൊരു ബ്ലൈൻഡ് ആയിപ്പോയി ഞാൻ. അതുകൊണ്ടാണ് പെട്ടെന്ന് ക്രിപ്സ് മിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ എഴുതിപ്പോയതാണ്. അപ്പോൾ തെറ്റിക്കരുത്. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇത് ഞാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ 1942 മാർച്ച് 22 എന്ത്?
1940. അപ്പോൾ 42 അങ്ങനെ പഠിക്കടാ. അപ്പോൾ 1942 മാർച്ച് 22-നായിരുന്നു എന്ത് എത്തിയത്? നമ്മുടെ ക്രിപ്സ് മിഷൻ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സ്റ്റാഫോർഡ് ക്രിപ്സ് അല്ലായിരുന്നോ? സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു അല്ലേ? സംശയമൊന്നുമില്ല. അപ്പോൾ അന്ന് ഈ ക്രിപ്സ് മിഷനും പാളിപ്പോയി. ക്രിപ്സ് മിഷനും ആകെ പാളിപ്പോയി. അപ്പോഴാണ് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി മാറുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, പുതിയ പ്രധാനമന്ത്രി വന്നു. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി വന്നു അല്ലേ? ക്ലെമന്റ് ആറ്റ്ലി വന്നിട്ട് പുതിയ വൈസ്രോയി എത്തി. ആരാണ്? നമ്മുടെ വേവൽ പ്രഭു. അങ്ങനെ വേവൽ പ്രഭു കൊണ്ടുവന്ന ഒരു സംഭവമാണ് വേവൽ വേവൽ പ്ലാൻ അല്ലേ? വേവൽ പ്ലാൻ, ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വേവൽ പ്ലാൻ എത്തുന്നു. അപ്പോൾ വേവൽ പ്ലാൻ എന്തായിരുന്നു? വേവൽ പ്ലാന് 1945-ലാണ്. അപ്പോൾ വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് ഇന്ത്യയിൽ എത്തിയ ഒരു മിഷനായിരുന്നു ക്യാബിനറ്റ് മിഷൻ. 1946 മാർച്ച് 24-ന് എത്തിയതാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 24-നായിരുന്നു ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷനിൽ പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ ഇന്ത്യയിൽ എത്തിയ വർഷമാണ് 1946. അന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. 3 അംഗങ്ങളായിരുന്നു നമ്മുടെ ഈ ക്യാബിനറ്റ് മിഷനിൽ ഉള്ളത്. ആരൊക്കെയായിരുന്നു? ഇതിന് ചെയർമാനായിട്ടുള്ള പെറ്റ്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, പിന്നെ ഒരാളുണ്ട് നമ്മുടെ സ്റ്റാഫോർഡ് ക്രിപ്സ് മിഷനിലെ സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു റിവിഷൻ കിട്ടും. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്നും പെട്ടെന്നൊന്ന് ഓർത്തെടുത്തോ. ഇതൊരു റിവിഷനാണ്. പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു റിവിഷൻ കിട്ടിയോ? എല്ലാവർക്കും ഒരു റിവിഷൻ ആയൊന്ന് വേഗം പറഞ്ഞേ. യെസ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ നേരെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3 അംഗങ്ങൾ ക്യാബിനറ്റ് മിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നോട്ട് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് വായിക്കേണ്ടവർക്ക് വായിക്കാം. ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായി ഷോർട്ടായിട്ട് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ടോട്ട് എടുത്ത് പഠിച്ചാൽ നിങ്ങൾ സെറ്റാണ്. ഇത് മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഡീറ്റെയിലിങ്ങിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്താണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരും. നിങ്ങൾ കൃത്യമായി ക്ലാസ് ഒന്ന് കണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാബിനറ്റ് മിഷനിലേക്ക് എത്തുകയാണ് അല്ലേ? അപ്പോൾ ക്യാബിനറ്റ് മിഷൻ കഴിഞ്ഞില്ല. ക്യാബിനറ്റ് മിഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ക്യാബിനറ്റ് മിഷന് റിപ്പോർട്ട് അവതരിപ്പിച്ചത്, അതായത് ക്യാബിനറ്റ് മിഷന് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതെന്നാ അവതരിപ്പിച്ചതെന്നറിയാമോ? റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചത്, അതായത് ക്യാബിനറ്റ് മിഷന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് എന്താണെന്നറിയാമോ? നമുക്ക് നോക്കാം. ക്യാബിനറ്റ് മിഷന് റിപ്പോർട്ട് അവതരിപ്പിച്ചത് 1946 തന്നെ. അതായത് 1946 മാർച്ച് 24-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് 1946 മാർച്ച് 24-നാണ്. പക്ഷേ റിപ്പോർട്ട് ക്രിപ്സ് മിഷൻ അല്ല, ക്യാബിനറ്റ് മിഷൻ. സോറി, ഇനി ഞാൻ തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ നോക്കൂ, ക്യാബിനറ്റ് മിഷൻ സംശയമുള്ളവർ കേട്ടോളൂ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചത് 1946 മാർച്ച് 24-നാണ്. എങ്കിൽ ഈ ക്യാബിനറ്റ് മിഷന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് അതേ വർഷം 1946 അതേ വർഷം മെയ് 16-നാണ്. അപ്പോൾ ഡേറ്റുകൾ ഒന്നും മാറിപ്പോവരുത്. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഡേറ്റ് മാറില്ല. മെയ് 16-നാണ്. അപ്പോൾ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ യെല്ലോ ആയിട്ട് വരച്ചു വെച്ചത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ നോട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, യെല്ലോ ആയിട്ട് വരച്ചു വെച്ച എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. യെല്ലോ പച്ചയായിട്ട് ഞാൻ വരച്ചു വെച്ച എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിലെല്ലാം യെല്ലോയും പച്ചയും അല്ലേ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ പുസ്തകത്തിൽ ഒരു വലിച്ചു വാരി കൊടുത്തിരിക്കുന്ന സാധനമാണ് നമ്മളിങ്ങനെ ഷോർട്ട് നോട്ടാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് 1946 മെയ് 16-നാണ്. എന്നാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് 1946 മെയ് 16. സെറ്റല്ലേടാ. സെറ്റാണെങ്കിൽ ഒരു ലൈക്ക് അങ്ങോട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഒരിക്കലും നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാതിരിക്കല്ലോ. ഒരാളെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. എന്നാലല്ലേ നമുക്ക് തുടർന്ന് ക്ലാസ്സുകൾ ഇടാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ നോക്കൂ, അപ്പോൾ റിപ്പോർട്ട് നമ്മൾ അവതരിപ്പിച്ചു 1946 മെയ് 16-ന് അവതരിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഈ ക്യാബിനറ്റ് മിഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിക്കുക. അതാണ് നമ്മുടെ ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ലക്ഷ്യം. എന്താണ്?
ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിക്കുക. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇന്ത്യക്ക് എന്താണ് ഒരു ഭരണഘടന ഉണ്ടാക്കുക, ഒരു ഭരണഘടന രൂപീകരിക്കുക. അതാണ് പ്രധാന ആവശ്യം. ാണല്ലോ. അപ്പൊ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇന്ത്യക്ക് എന്ത് വേണം? ഒരു ഭരണഘടന അതാണ് ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വേവൽ പ്ലാനിൽ പറഞ്ഞ എന്താണ്? ഇടക്കാല ഗവൺമെന്റ് അല്ലെ. കാരണം പെട്ടെന്നൊരു സമയത്ത് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കണം അല്ലെ. ഗവൺമെന്റ് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ തന്നെ ഭരിക്കുന്ന രീതി അന്ന് ആളുകളിൽ സുപരിചിതമല്ല. അപ്പൊ എല്ലാവരും അത് അംഗീകരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. ഇതൊക്കെ എന്താണ്? ക്യാബിനറ്റ് മിഷനിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്ത്യക്കാരെ വെച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുക, ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, അങ്ങനെ എന്താണ്? ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവിടെ നടത്തുക. അങ്ങനെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടപ്പിലാക്കുക. അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടപ്പിലാക്കുക. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ത് ചെയ്യുക? നടപ്പിലാക്കുക. ഇനിയും അതുകൂടാതെ അപ്പൊ നമ്മൾ പോയിന്റുകളെല്ലാം എഴുതി പോവാണ്. ഒരു ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക അല്ലെ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ തന്നെ ഒരു ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. റെഡിയാണല്ലോ. ഒരു ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. ഇതൊക്കെ എന്താണ്? നമ്മുടെ ക്യാബിനറ്റ് മിഷനിലുള്ള പോയിന്റുകളാണ് അല്ലെ. ഇനി അവസാനം ഇത്രയും പോയിന്റുകൾ നിങ്ങൾ സെറ്റ് ആക്കണം. അതായത് ക്യാബിനറ്റ് മിഷൻ നമ്മളൊരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. എന്നാണ് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചത്? 1946 മെയ് 16 അത് സെറ്റായല്ലോ. അപ്പോൾ ആ ക്യാബിനറ്റ് മിഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയിട്ട് ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിക്കണം. അങ്ങനെ ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം നമ്മളൊരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കണം. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് പ്രശ്നമാകും എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഇടക്കാല ഗവൺമെന്റ് വേണം. അങ്ങനെ ഒരു ഇടക്കാല ഗവൺമെന്റോടുകൂടി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടപ്പിലാക്കി ഒരു ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കണം. അപ്പോൾ കോർത്ത് പഠിച്ചോ. അപ്പോൾ ഇതാണ് ക്യാബിനറ്റ് മിഷൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ക്യാബിനറ്റ് മിഷൻ എന്ന് നിങ്ങൾ ചോദിക്കും. അല്ല, കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. ഒരു 5-6 പോയിന്റ് കൂടി ഉണ്ട്. അത് ഞാൻ വേഗം പറഞ്ഞുതരും. ഇപ്പം ഇത്രയും സെറ്റായോ? അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ നിർത്താം. അതുകൂടി പറഞ്ഞാൽ ക്യാബിനറ്റ് മിഷൻ കൂടി നമുക്ക് ഇന്ന് തീർക്കണം അല്ലേ. നമുക്കിനിയിപ്പം ഒരുപാട് പാർട്ട് എടുക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ നമുക്ക് തീർക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? വേഗം ഒന്ന് പറഞ്ഞേ ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ പെട്ടെന്ന് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ച് തരണോ? ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം, ഒന്ന് റിവിഷൻ ചെയ്ത് തരാം കേട്ടോ. നോക്കൂ, ഒന്ന് റിവിഷൻ ചെയ്ത് വേഗം ഒന്ന് റിവിഷൻ ചെയ്യാം. ചിലവർക്ക് ഇത് ബുദ്ധിമുട്ടാകും, കാരണം എന്തിനാ വീണ്ടും ഇങ്ങനെ പറയുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ ഒരു റിവിഷൻ വേണ്ടിയാണ് കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ. അതായത് PSC എന്ന് പറയുന്ന നമ്മുടെ പരീക്ഷയിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തല കറങ്ങിപ്പോകും. അതെനിക്ക് വ്യക്തമായി അറിയാം. കാരണം അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുകളും അല്ലേ, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അത് അവരുടെ ആ ഒരു ഇതനുസരിച്ച് ഇതൊക്കെ വീണ്ടും റിവിഷൻ ചെയ്ത് തന്നെ പോകത്തുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു ആണെങ്കിൽ നമ്മുടെ വേറൊരു ചാനൽ നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ ചാനലിൽ നമ്മൾ വളരെ പെതുക്കെ ഏറ്റവും ബേസ് മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചാനൽ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. നമ്മൾ എന്താ റിവിഷൻ ചെയ്യാൻ പോകുന്നത്? ക്യാബിനറ്റ് മിഷനിൽ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 അന്ന് 1946 മാർച്ച് 24 ഇത് ഇന്ത്യയിലെത്തി. ഇത് ഇന്ത്യയിലേക്ക് എത്തിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു പേര് മറക്കല്ലേ, ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു അല്ലേ. അപ്പോൾ അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? ഞാൻ പറഞ്ഞു തന്നിരുന്നു. അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ഇതൊന്നും മറക്കാൻ പാടില്ല. അന്നത്തെ വൈസ്രോയി ആരായിരുന്നു?
അവിടെ വേവൽ പ്ലാൻ നടപ്പിലാക്കാനല്ലേ. അപ്പോൾ വേവൽ പ്രഭു, അങ്ങനെ തന്നെ ഓർത്തു വെക്കുക, വേവൽ പ്രഭു. അപ്പോൾ ഇതിൽ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, 3 അംഗങ്ങളായിരുന്നു. ആരൊക്കെ? ആദ്യം ആരായിരുന്നു ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നു? ആര്? പെറ്റ്വിക് ലോറൻസ് അല്ലേ, പെറ്റ്വിക് ലോറൻസ് ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നു, പെറ്റ്വിക് ലോറൻസ്. പിന്നെ ആരാണ്? എ വി അലക്സാണ്ടർ ഉണ്ടായിരുന്നു അല്ലേ, എ വി അലക്സാണ്ടർ. എ വി ആരായിരുന്നു? എ വി അലക്സാണ്ടർ ഉണ്ടായിരുന്നു അല്ലേ, യെസ് എ വി അലക്സാണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ ആരാണ്? ഒരാളുകൂടെ ഉണ്ടായിരുന്നു, ആരാണ്? നമ്മളുടെ ക്രിപ്സ് മിഷൻ്റെ സ്റ്റാഫോർഡ് ക്രിപ്സ് അല്ലേ, സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പോൾ ഇങ്ങനെ 3 പേര് ചേർന്നാണ് ഇത് നടത്തുകയൊക്കെ. ഇനി ഈ ക്യാബിനറ്റ് മിഷൻ നടന്ന് ഈ ക്യാബിനറ്റ് മിഷൻ്റെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കണം. പേജ് മാറിപ്പോയോ? ഓക്കെ, നോക്കൂ. ക്യാബിനറ്റ് മിഷൻ്റെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കണം. ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത് എപ്പോഴാണ്? ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചത് 1946 തന്നെ മെയ് 16, 1946 16, അങ്ങനെ ഓർത്ത് നോക്കുക, മെയ് 16 അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് അവതരിപ്പിച്ചതിൽ എന്തൊക്കെ പോയിന്റുകളായിരുന്നു? ഒന്ന്, നമുക്ക് എന്ത് വേണം? നമുക്ക് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി നമുക്ക് ഇന്ത്യക്കൊരു ഭരണഘടന അല്ലേ, അതിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കണം. അങ്ങനെ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടപ്പിലാക്കി ഒരു ഫെഡറൽ ഗവൺമെൻറ് രൂപീകരിക്കുക. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ ഈ ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. റെഡിയാണല്ലോ? ഇത്രയും സെറ്റായോ? സെറ്റല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, റിപ്പോർട്ട് അവതരിപ്പിച്ചത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഞാൻ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച പദ്ധതി അനുസരിച്ച് നമ്മൾ എന്താണ് നോക്കൂ. അപ്പം നമ്മുടെ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച പദ്ധതി അനുസരിച്ച് ക്യാബിനറ്റ് മിഷൻ നോക്കൂ, ഞാൻ കുറച്ചുകൂടി പോയിന്റ് ആക്കാം. യെസ്, അപ്പം ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച പദ്ധതി അനുസരിച്ച് കുറച്ച് പോയിന്റുകളുണ്ട്. അതായത് ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യകൾക്കും ഓരോ നാട്ടുരാജ്യത്തിനും നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിച്ചു. അതായത് അന്ന് പ്രവിശ്യയും ഉണ്ടായിരുന്നു. പ്രവിശ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പ്രവിശ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാനം. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അന്ന് സംസ്ഥാനങ്ങളല്ലായിരുന്നു, ഇതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രവിശ്യകളായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പ്രവിശ്യകളും ഉണ്ടായിരുന്നു അന്ന്. അതോടൊപ്പം തന്നെ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടവും ഉണ്ടായിരുന്നു. അതായത് നാട്ടുരാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളുടെ കൂട്ടവുമുണ്ട്. നാട്ടുരാജ്യവും നാട്ടുരാജ്യത്തിൻ്റെ കൂട്ടവുമുണ്ട്. അപ്പോൾ ഈ പ്രവിശ്യയിലും നാട്ടുരാജ്യത്തിനും നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിനും ജനസംഖ്യ അനുപാതികമായി എന്താണ് സീറ്റുകൾ അനുവദിച്ചു. എന്തിനു വേണ്ടിയാ സീറ്റ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മുടെ പ്രവിശ്യകളിലും നമ്മുടെ നാട്ടുരാജ്യത്തിലും നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിനും ജനസംഖ്യ അനുപാതികമായി സീറ്റുകൾ അനുവദിച്ചു അല്ലേ. അപ്പോൾ അത് ഏകദേശ അനുപാതം എന്ന് പറഞ്ഞാൽ 1:10 ലക്ഷമാണ്. അതായത് 10 ലക്ഷം ആളുകളുണ്ട്. 10 ലക്ഷം ആളുകളിൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. എന്തിനു വേണ്ടിയാ? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു അംഗമാക്കി, അല്ലെങ്കിൽ ഈ 10 ലക്ഷം ആളുകളെ പ്രതിനിധീകരിച്ച് ഒരാൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമാകും, ആ രീതിയിൽ. അപ്പോൾ നോക്കൂ, ജനസംഖ്യ അനുപാതികമായി ആ പോയിന്റ് ഇവിടെയാണ് പറയുന്നത്. ഞാൻ ഇവിടെ എഴുതി തരാം, അതായിരിക്കും നല്ലത്. ജനസംഖ്യ അനുപാതികമായി ആരൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്? പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. പ്രവിശ്യകൾക്കും നാട്ടുരാജ്യത്തിനും പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിനും എന്താണ് സീറ്റുകൾ അനുവദിച്ചു അല്ലേ. ജനസംഖ്യ അനുപാതികമായി സീറ്റുകൾ അനുവദിച്ചു. അപ്പം ഈ സീറ്റുകൾ അനുവദിച്ചു. അപ്പോൾ ഏകദേശ അനുപാതം, ഈ സീറ്റുകൾ അനുവദിച്ചതിൽ ഏകദേശ അനുപാതം എത്രയായിരുന്നു? ഏകദേശ അനുപാതം ഒരു റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ 10 ലക്ഷം ആളുകളിൽ ഒരാൾ എന്ത് ചെയ്യും?
10 ലക്ഷം ആളുകളിൽ ഒരാൾ എന്താണ് ഈ 10 ലക്ഷം ആളുകളെയും പ്രതിനിധീകരിച്ച് ഒരാൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രതിനിധീകരിക്കും. ആ രീതിയിൽ 1:10 ലക്ഷം എന്ന അനുപാതത്തിലായിരുന്നു 1:10 ലക്ഷം എന്ന അനുപാതത്തിലായിരുന്നു എന്ത് ഈ സീറ്റുകൾ അനുവദിച്ചത് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു അവിടെ പ്രവിശ്യയുമുണ്ട്, നാട്ടുരാജ്യമുണ്ട്, നാട്ടുരാജ്യത്തിൻ്റെ കൂട്ടവുമുണ്ട്. അപ്പോൾ അവർ എന്താണ് ജനസംഖ്യ അനുപാതികമായിട്ട് എന്താണ് സീറ്റുകൾ അനുവദിച്ചു. ഏകദേശ അനുപാതം 1:10 ലക്ഷമാണ്. റെഡിയാണല്ലോ. അപ്പോൾ ഇനി നോക്കൂ, ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ. അപ്പം പ്രവിശ്യയുമുണ്ട്, നാട്ടുരാജ്യവുമുണ്ട്. ഞാൻ പറഞ്ഞു അതിൽ പ്രവിശ്യയുടെ സീറ്റുകൾ എങ്ങനെയാണെന്നറിയോ? ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യ അനുപാതിക അല്ലെങ്കിൽ ജനസംഖ്യ അനുപാതം അനുസരിച്ച്. അപ്പം പ്രവിശ്യയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനസംഖ്യ അനുപാതമായിട്ട് 3 കാറ്റഗറി, അതായത് സിഖ് ജനറൽ മുസ്ലിം, സിഖ് ജനറൽ മുസ്ലിം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി. അപ്പോൾ നോക്കൂ, ജനസംഖ്യ അനുപാതിക അനുസരിച്ച് അല്ലെങ്കിൽ ജനസംഖ്യ എന്താണ് ആ റേഷ്യോ, ജനസംഖ്യയുടെ ആ ഒരു റേഷ്യോ. അപ്പോൾ ജനസംഖ്യ അനുപാതം അനുസരിച്ച് എന്താണ് ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ ജനസംഖ്യ അനുപാതികമായിട്ട് സിഖ് ജനറൽ മുസ്ലിം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിടയിൽ വീതിച്ചു നൽകി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എല്ലാ തരത്തിലുള്ള ആളുകളും വേണം അല്ലേ. അപ്പോൾ ഈ മുസ്ലിം സിഖ് വിഭാഗങ്ങൾ ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളും എവിടെ വരും? ജനറലിൽ വരും. അപ്പോൾ സിഖ് ജനറൽ മുസ്ലിം എന്ന രീതിയിൽ ജനസംഖ്യ അനുപാതം അനുസരിച്ച് എന്താണ് പ്രവിശ്യയിൽ എന്താണ് ഈ 3 വിഭാഗങ്ങൾക്കായിട്ട് എന്താണ് ഈ സീറ്റ് വീതിച്ചു നൽകിയാണ്, സീറ്റുകൾ വീതിച്ചു നൽകുകയാണ്. അപ്പോൾ ഈ 3 ആളുകൾക്ക് എന്താണ് സീറ്റുകൾ വീതിച്ചു നൽകി. പ്രവിശ്യയുടെ കാര്യമായി പറയുന്നത്, പ്രവിശ്യയിൽ ഒന്നുകൂടി പറയാം, പ്രവിശ്യയിൽ ജനസംഖ്യാ അനുപാതം അനുസരിച്ച് സിഖ് ജനറൽ മുസ്ലിം എന്ന 3 വിഭാഗങ്ങൾക്കായിട്ട് സീറ്റുകൾ വിഭജിച്ചു നൽകി. 3 വിഭാഗങ്ങൾക്കായിട്ട് സീറ്റുകൾ എന്താണ് 3 വിഭാഗങ്ങൾക്കായിട്ട് സീറ്റുകൾ എന്താണ് വീതിച്ചു നൽകിയെന്ന് 3 ആളുകൾക്കും. അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമാകാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു സംഭവം. അപ്പോൾ അതൊക്കെ ആണല്ലോ. അത് ആ പോയിന്റ് ഇവിടെ ഉണ്ട്. വീതിച്ചു നൽകി ഇവിടെ ഉണ്ട്. അതിൻ്റെ ബാക്കി പോയിന്റ് ഇവിടെ ഉണ്ട്. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യ അനുപാതം അനുസരിച്ച് എന്താണ് സിഖ് ജനറൽ മുസ്ലിം അങ്ങനെ 3 വിഭാഗങ്ങൾക്കിടയിൽ സീറ്റുകൾ വീതിച്ചു നൽകി. ജനസംഖ്യ അനുപാതം അനുസരിച്ച് സിഖ് മുസ്ലിം ജനറൽ എന്ന 3 വിഭാഗങ്ങൾക്കിടയിൽ സീറ്റുകൾ എന്താണ് സീറ്റുകൾ വീതിച്ച് നൽകി. റെഡിയല്ലേ? സീറ്റുകൾ വീതിച്ച് നൽകി. അങ്ങനെ ഇവരെ ഈ പ്രവിശ്യയിൽ എന്താന്ന് വെച്ചാൽ പ്രവിശ്യയിൽ ഒരു മിനിറ്റ് ഓക്കെ. അപ്പോൾ നോക്കൂ, ക്യാൻസൽ. യെസ്, പ്രവിശ്യ ഉണ്ട് അല്ലേ? പ്രവിശ്യ പ്രവിശ്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, പ്രവിശ്യ നിയമനിർമ്മാണ സഭയുണ്ട്. നമ്മൾ പഠിച്ചു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും ആ ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ തുടർന്ന് എന്താണ് നമ്മൾ പ്രവിശ്യ നിയമനിർമ്മാണ സഭയൊക്കെ രൂപീകരിച്ചു അല്ലേ. അപ്പോൾ ആ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിൽ നിന്ന് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി ആ തിരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ പ്രവിശ്യയിൽ ഒരു തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത്. പ്രവിശ്യയിൽ എന്താണ് ഒരു തിരഞ്ഞെടുപ്പ് നടന്നു. പ്രവിശ്യയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു. അത് പരോക്ഷ തിരഞ്ഞെടുപ്പായിരുന്നു. ഈ പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും പരോക്ഷ തിരഞ്ഞെടുപ്പും ഉണ്ട്. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോരുത്തരും പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്ത് നമ്മുടെ മെമ്പറിനെയും ഒക്കെ അല്ലേ നമ്മൾ എടുക്കുന്നത്. അതല്ലാതെ പരോക്ഷ തിരഞ്ഞെടുപ്പുണ്ട്. ഇപ്പം നമ്മൾ പ്രസിഡന്റിനെയൊക്കെ അല്ലേ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന MLA-മാരാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അവിടെ നമ്മളാണോ വോട്ട് ചെയ്യുന്നത്? ഡയറക്റ്റ് വോട്ട് ചെയ്യുവാണോ? അല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധി, അതാണല്ലോ MLA. ആ MLA-കൾ വോട്ട് ചെയ്താണ് നമ്മൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നോക്കൂ, അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തും. ഒരു പരോക്ഷ തിരഞ്ഞെടുപ്പ് നടത്തി ആ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിൽ നിന്ന് പരോക്ഷ തിരഞ്ഞെടുപ്പ് നടത്തിയാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നോക്കൂ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ
ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം. അത് ഞാൻ ഈ പറഞ്ഞ ഈ പരോക്ഷ തെരഞ്ഞെടുപ്പിൻ്റെ വേറൊരു രൂപമാണ്. അപ്പോൾ എന്താണ് ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ? അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ എടുത്തു തരാം. ഇപ്പം ഞാനത് എന്താണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് അടുത്ത ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ് അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ആനുപാതിക ഇപ്പം ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ പ്രാതിനിധ്യ അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിലെ ഓരോ അംഗങ്ങളും അവരവരുടെ അംഗങ്ങളെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. സെറ്റല്ലേ? റെഡി? അതായത് ഒന്നുമില്ലടാ, ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്താണെന്ന് വരും ക്ലാസ് നിങ്ങൾക്ക് സെറ്റാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു പരോക്ഷ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫോമാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം. നമ്മുടെ പരോക്ഷ തിരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഫോം. അത്ര നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൽ പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരുപാട് സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ ഉണ്ടല്ലോടാ. അപ്പോൾ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. അത്രയാണ്. സെറ്റല്ലേ? അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. റെഡിയല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം ഞാൻ പറഞ്ഞു, അത് പരോക്ഷ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഫോമാണ്. അപ്പം അതിലൂടെ പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. അപ്പം പ്രവിശ്യാ നിയമനിർമ്മാണ സഭയിൽ ഓരോ സമുദായത്തിലും പെട്ട ആളുകളുണ്ട്. പല സമുദായത്തിലും പെട്ട ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, പല സമുദായത്തിലും പെട്ട. അപ്പം ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. എങ്ങനെ? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച്. റെഡിയല്ലേ? അപ്പോൾ ഇത് നമ്മൾ പ്രവിശ്യകളിലാണ് ഇങ്ങനെ പൊതു തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഏത് തിരഞ്ഞെടുപ്പ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം നമ്മൾ എവിടെയാണ് നടത്തിയത്? പ്രവിശ്യയിലാണ്. പക്ഷെ നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെയാണ് നിശ്ചയിച്ചത്. അപ്പം നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ അപ്പം നാട്ടുരാജ്യങ്ങളിലുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാനും തീരുമാനിച്ചു. അല്ലേ? നിശ്ചയിക്കുവാനും തീരുമാനിച്ചു. റെഡിയാണല്ലോ? അപ്പോൾ ഇതാണ് നിങ്ങൾ സെറ്റാക്കി വെക്കേണ്ടത്.
അപ്പം പുറകോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ക്യാബിനറ്റ് മിഷനൊക്കെ നിങ്ങളുടെ തലയിൽ നിന്ന് പോയി കാണും. ഇതൊക്കെ കേട്ടപ്പോൾ പേടിക്കണ്ടടാ, നമ്മളിത് വീണ്ടും 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 പറയും, അടുത്ത ക്ലാസ്സിലൊക്കെ വീണ്ടും പറയും. ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പം ഞാനത് പറഞ്ഞിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി, ഒന്നുമില്ല. ഞാനിത് തീരെ ചെറുതാക്കി പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സമിതി ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിൽ ഒരു സമിതി ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാ തരത്തിലുള്ള ആളുകളും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ജനസംഖ്യ അനുപാതികമായിട്ട് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു ജനസംഖ്യ അനുപാതികമായിട്ട് എടുത്തിട്ട് അത് നമ്മൾ ഒരു 10 ലക്ഷം ആളുകളിൽ ഒരാളെ നമ്മൾ അവരുടെ പ്രതിനിധിയായിട്ട് എടുക്കും. എവിടേക്ക്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എടുക്കും. സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ജനങ്ങളുടെ ഒരു അനുപാതം അനുസരിച്ചാണ് അല്ലേ. അപ്പോൾ അതനുസരിച്ച് ജനസംഖ്യാ അനുപാതം അനുസരിച്ച് ഓരോ പ്രവിശ്യയിലെയും നാട്ടുരാജ്യങ്ങളുടെയും നാട്ടുരാജ്യങ്ങളുടെ കൂട്ടത്തിൻ്റെയും ആ ഒരു സീറ്റുകൾ അനുവദിച്ചു. അപ്പോൾ അത് 1:10 ലക്ഷം എന്ന ഒരു റേഷ്യോ അനുസരിച്ചാണ് 10 ലക്ഷം ആളുകൾക്ക് ഒരു പ്രതിനിധി എന്ന രീതിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാ അനുപാതം അനുസരിച്ച് സിഖ്, ജനറൽ, മുസ്ലിം എന്ന വിഭാഗങ്ങൾക്ക് സീറ്റുകൾ വീതിച്ച് നൽകി. അതായത് ഈ 3 വിഭാഗങ്ങൾക്കിടയിൽ സീറ്റുകൾ വീതിച്ച് നൽകി. പ്രവിശ്യ ഓരോ പ്രവിശ്യകളുണ്ടല്ലോടാ. പ്രവിശ്യ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് പ്രവിശ്യയൊക്കെ സെറ്റായി കാണും. അതായത് സംസ്ഥാനങ്ങൾ, ഇപ്പോഴത്തെ സംസ്ഥാനങ്ങൾ, ഓരോ സ്ഥലങ്ങൾ അത്രയെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ഓരോ സ്ഥലങ്ങളാണ് പ്രവിശ്യ. അപ്പോൾ ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ 3 ആളുകൾക്കാണ് വീതിച്ച് നൽകിയത്. ഏതൊക്കെയാണ്? സിഖ്, ജനറല് അതോടൊപ്പം തന്നെ മുസ്ലിം. സിഖ്, ജനറല്, മുസ്ലിം എന്നിങ്ങനെ മുസ്ലിം എന്നിങ്ങനെ 3 ആളുകൾക്ക് ഈ പ്രവിശ്യയിലെ സീറ്റുകൾ ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ ഇങ്ങനെ വീതിച്ചു കൊടുത്തു. ഈ 3 ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളും ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടാവില്ലേ. അപ്പോൾ ഓരോ പ്രവിശ്യയിലെയും ആളുകൾ സിഖ്, മുസ്ലിം, ജനറൽ എന്ന 3 വിഭാഗങ്ങൾക്കായിട്ട് സീറ്റുകൾ വീതിച്ചു കൊടുത്തെന്ന് ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ. അപ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും ഓർക്കുക, ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ 3 ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. അതായത് ഇന്ത്യയിൽ ഒരുപാട് പ്രവിശ്യകളുണ്ട്. ആ ഓരോ പ്രവിശ്യകളിലെയും സീറ്റുകൾ 3 വിഭാഗങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. അത് ഏതൊക്കെയാണെന്ന് ഓർത്തിരുന്നാൽ മതി. എളുപ്പമാക്കാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രവിശ്യയിൽ നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തി. അത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം എന്ന ഒരു തിരഞ്ഞെടുപ്പ്. അത് പരോക്ഷ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫോമാണ്. ഞാൻ പറഞ്ഞുതരാം, അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. ഇപ്പം ഇതെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ നിൽക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ തിരഞ്ഞെടുപ്പ് നടത്തി. അതിലൂടെ പ്രവിശ്യയിൽ ഓരോ പ്രവിശ്യയിലുമുള്ള അംഗങ്ങൾ അല്ലേ. അപ്പം പ്രവിശ്യ നിയമനിർമ്മാണ സഭയിൽ ഉള്ള ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ഓരോ സമുദായത്തിലും നമ്മുടെ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിൽ ഓരോ സമുദായത്തിലും പെട്ട ആളുകൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. നാട്ടുരാജ്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടുരാജ്യത്തിൽ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാനും തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. അപ്പം പ്രവിശ്യമുണ്ട്, നാട്ടുരാജ്യമുണ്ട്. പ്രവിശ്യയിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. പക്ഷെ നാട്ടുരാജ്യത്തിൽ ചർച്ച ചെയ്ത് ഈ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള ആളുകളെ തീരുമാനിച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. സംഭവം ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ ഇന്ന് എന്താ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ബ്ലാങ്ക് നിങ്ങളുടെ തലയിലേക്ക് വന്നതാണ്. അയ്യോ ശരി, ഇന്ന് എന്താ പഠിച്ചത് അല്ലേ. അപ്പം നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് ഓഗസ്റ്റ് ഓഫറാണ്. എന്തായിരുന്നു ആ ഓഗസ്റ്റ് ഓഫർ? ഒന്നുമില്ല, നമ്മുടെ ഓഗസ്റ്റ് ഓഫർ ഞാനിപ്പോൾ എല്ലാം എഴുതി പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അവിടെ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നില്ല, നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് കൊണ്ടുവന്നായിരുന്നു. ലില്ലിത് ഗോ. എപ്പോഴായിരുന്നു കൊണ്ടുവന്നത്? 1940 ഇത്
കൊണ്ടുവന്നത്? 1940 ഓഗസ്റ്റ് ഓഫറല്ലേ? അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണെന്ന് ഓർക്കണം. ഓഗസ്റ്റ് 8-നായിരുന്നു ലിലിത് ഗോ കൊണ്ടുവന്നത്. ലിലിത് ഗോ ഓഗസ്റ്റ് ഓഫറിൽ കൊണ്ടുവന്നത് പുത്രികാ രാജ്യ പദവി നൽകാം, അതോടൊപ്പം തന്നെ ഭരണഘടന രൂപീകരിക്കും, അതോടൊപ്പം തന്നെ എന്താണ്, ന്യൂനപക്ഷങ്ങളുടെ സമ്മതമില്ലാതെ ഭരണഘടന രൂപീകരിക്കില്ല. അങ്ങനെ 3 കാര്യങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അത് പാളിപ്പോയി. അപ്പോൾ അത് പാളിയപ്പോഴാണ് ആര് വന്നത്? ക്രിപ്സ് മിഷൻ വന്നത്. ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പിന്തുണ നേടാനായിട്ട് കൊണ്ടുവന്ന മിഷൻ ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനിൻ്റെ ചെയർമാൻ ആരായിരുന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. ഈ ക്രിപ്സ് മിഷൻ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. പക്ഷെ അതും പരാജയപ്പെട്ടു. അങ്ങനെ പുതിയ പ്രധാനമന്ത്രി ആർക്ക് വന്നു? ബ്രിട്ടീഷുകാർക്ക് വന്നു. ആ പുതിയ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു എന്ത്? ക്ലെമന്റ് ആറ്റ്ലി. അങ്ങനെ ക്ലെമന്റ് ആറ്റ്ലിയും ഒരാൾ കൂടി വന്നു. ആരാണ്? പുതിയ വൈസ്രോയി വന്നു. ലിലിത് ഗോ മാറിയിട്ട് വേവൽ പ്രഭു വന്നു. അങ്ങനെ വേവൽ പ്ലാന് എത്തി. അങ്ങനെ എന്തെത്തി? വേവൽ പ്ലാൻ. വേവൽ പ്ലാൻ എന്താന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ വേവൽ പ്ലാൻ? വേവൽ പ്ലാൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലേ. അപ്പോൾ ആ വേവൽ പ്ലാൻ നടപ്പിലാക്കാൻ, അത് 1945-ലാണ് നമ്മുടെ വേവൽ പ്ലാൻ വന്നത്. നമ്മുടെ ക്രിപ്സ് മിഷൻ വന്നത് എപ്പോഴായിരുന്നു? 1942 മാർച്ച് 22-നായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കണേ, നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ. അപ്പോൾ അങ്ങനെ വേവൽ പ്ലാൻ വന്നു കഴിഞ്ഞ് വേവൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് ക്യാബിനറ്റ് മിഷൻ വന്നു. ക്യാബിനറ്റ് മിഷൻ എന്താ വന്നതെന്ന് വെച്ചാൽ അത് 1946-ലാണ് വന്നത്. മാർച്ച് 24-നാണ് ഇത് വന്നത്. ഇന്ത്യയിലെത്തിയപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഇതിൽ 3 അംഗങ്ങളായിരുന്നു നമ്മുടെ ഈ ക്യാബിനറ്റ് മിഷനിൽ ഉള്ളത്. ആരൊക്കെയായിരുന്നു? ഇതിൻ്റെ ചെയർമാനായിട്ട് നമ്മുടെ പെറ്റ്വിക് ലോറൻസ് ഉണ്ടായിരുന്നു. പിന്നെ A.V. അലക്സാണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു. ആര്? നമ്മുടെ സ്റ്റാഫോർഡ് ക്രിപ്സ്. അങ്ങനെ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ക്യാബിനറ്റ് മിഷൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു ഭരണഘടന രൂപീകരിക്കണം. അങ്ങനെ ഒരു ഭരണഘടന രൂപീകരിച്ച് ഒരു ഇടക്കാല ഗവൺമെൻറ്, അതായത് ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ ആളുകളെ എടുത്ത് ഒരു ഭരണഘടന ഇന്ത്യക്ക് രൂപീകരിക്കുക. പിന്നെന്താണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുക, ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് അല്ലേ. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഒരു ഫെഡറൽ ഗവൺമെൻറ് രൂപീകരിക്കുക, ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്യാബിനറ്റ് മിഷൻ കൊണ്ടുവന്നത്. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് എങ്ങനെയായിരുന്നു? ജനസംഖ്യ അനുപാതികമായിട്ട് ഓരോ അതായത് ഓരോ പ്രവിശ്യയിലെയും ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട്, അതായത് ഏകദേശ അനുപാതം 1:10 ലക്ഷമാണ്. 10 ലക്ഷം ആളുകളിൽ 10 ലക്ഷം ആളുകളിൽ അതിൽ ഒരാൾ പ്രതിനിധീകരിച്ച് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമാകും. അങ്ങനെ അപ്പോൾ അതിൽ ഓരോ പ്രവിശ്യകളിലും സിഖ്, മുസ്ലിം, അതോടൊപ്പം തന്നെ ജനറൽ എന്ന വിഭാഗങ്ങൾക്ക് സീറ്റുകൾ വീതിച്ചു കൊടുത്തു. അങ്ങനെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യാ നിയമനിർമ്മാണ സമിതിയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. പക്ഷേ നാട്ടുരാജ്യത്തിലാണെങ്കിൽ പൊതു ചർച്ച നടത്തി നാട്ടുരാജ്യത്തിലെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ഇത്രയും നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ തലവിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്ന മക്കളെ, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല, അത് ഏതൊരാൾക്കും വരുന്ന ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. വീണ്ടും റിവിഷൻ ചെയ്താൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാതിരിക്കല്, എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയുക. അപ്പോൾ നിർത്തുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ് ഉടനെ വരും. അപ്പോൾ നിങ്ങൾ ഓരോ പാർട്ടും കണ്ട് നോട്ട് എഴുതി പോവുക. നിർത്തുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.